ജഞ്ചട്ട ലാസ്റ്റ് പോയി വിസ്മരിച്ചു പോവുക ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഭാവിയിൽ നല്ല വേഷങ്ങൾ, നല്ല നാടകം കിട്ടട്ടെ. സിനിമയിൽ അവസരം ഒരു കൊട്ടിഘോഷിക്കൽ പരിപാടിയേക്കാളും കുറച്ചുകൂടി ലളിതമായിട്ടുള്ള ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൂടിയിരിപ്പ് തന്നെ ആണ് നമ്മുടെ ശരിക്കും പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നിലിരിക്കുമ്പോൾ എൻ്റെ സഹപാഠിയായ ഷാജു കാച്ചപ്പള്ളിയും എൻ്റെ ആരാധനീയ സുഹൃത്ത് ലാലും ബിജു അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത ചാലക്കുടി അഭിമാനമായ സിനിമാ സംവിധായകൻ സുന്ദർദാസേട്ടൻ, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ കലാഭവൻ ജിയെ, ഇപ്പൊ താമസിക്കുന്നത് പറ്റില്ല. ജോസിനെ കുറിച്ച് പറയുമ്പോൾ ഞാനും ജോസൊക്കെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ച് നാടകവും സിനിമയും ചെയ്തിട്ടുണ്ട്. എൻ്റെ മേച്ചർ നാടകങ്ങളിൽ ഞാനാണ് സംവിധായകൻ. വലിയ നാടക സംവിധായകനായിട്ടൊന്നുമല്ല. ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. എനിക്ക് അറിവില്ലാത്തത് ഞാൻ എൻ്റെ പ്രഗത്ഭരായ അധ്യാപകരോട് ചോദിച്ചറിഞ്ഞിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. എൻ്റെ അത് ഞാൻ സ്മരിക്കാതെ പോരുത്. ജോണിയെ കരേടത്തെന്ന് പറഞ്ഞ മുരുങ്ങൂരുള്ള കരേടൻ്റെ ജോണി ചേട്ടനാണ്. അപേക്ഷിക്കുകയാണ്, അതുകൂടി ഞങ്ങൾക്ക് ചെയ്തു തരണം. പിന്നെ ഇവിടെ ജോസ് പല്ലിശ്ശേരിയുടെ നാടകങ്ങൾ നടന്നിരുന്നു. അതെല്ലാം നാടകം ഞാൻ കണ്ടു, നല്ല നാടകങ്ങളായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഇങ്ങനെയൊരു കൂട്ടായ്മ ഈ അജന്തയുടെ നാടക കൂട്ടായ്മ ഇതിനൊരു തോന്നിയത് അജന്ത ഫെസ്റ്റിലും മറ്റുമായി നമ്മൾ മൺമറഞ്ഞു പോയ ആളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ മനോഹരമായ നാടകങ്ങൾ വീണ്ടും വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ അജന്തയുടെ പുതിയ അമേച്ചർ നാടകത്തിൻ്റെ ചെയ്യുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ കലാഭവൻ ചേട്ടനെ ഡയറക്ഷനിലേക്ക് ക്ഷണിക്കുകയും അതിലേക്കുള്ള തിരഞ്ഞെടുത്ത ഒരു കഥ കൈമാറുന്നതിനായി നമ്മുടെ ക്ലബ്ബ് കമ്മിറ്റി അംഗം കൂടിയായ സുരേഷ് ചേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കും. അജന്ത ക്ലബിൻ്റെ സംവിധായകൻ ജോൺസൺ, ക്ലബിൻ്റെ മറ്റ് എല്ലാവരും സുരേഷ് അടക്കമുള്ള മറ്റെല്ലാ സുഹൃത്തുക്കളും എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ